തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെയൊരു വേദിയിൽ ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങൾക്കായി നിലകൊള്ളുവാൻ ലഭിച്ച അവസരം ഞാൻ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്നു. എന്നെ ഇവിടെ ഇരുന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നും ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള നന്ദി ഈ തരുണത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. സഭയ്ക്ക് നൽകപ്പെട്ട വരങ്ങൾ അത് എക്കാലത്തുമുള്ള സഭയുടെ പ്രവർത്തനത്തിന് അനിവാര്യമാണോ? എല്ലാ വരങ്ങളും, അതോ ചില വരങ്ങൾ കുറച്ച് സമയത്തേക്ക് മാത്രവും നൽകപ്പെട്ടതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ഞാൻ സഭയ്ക്ക് നൽകപ്പെട്ട വരങ്ങൾ എല്ലാം സഭയുടെ എല്ലാ കാലഘട്ടത്തിലുമുള്ള പ്രവർത്തനത്തിന് ആവശ്യമില്ല എന്നുള്ള വസ്തുത മുൻനിർത്തി ചില വാദമുഖങ്ങൾ ഇപ്പോൾ ഉന്നയിക്കാൻ പോകുകയാണ്. നമ്മുടെ പ്രതിപാദ്യ വിഷയം ആത്മീകവരം അതെന്താണ്, അതിൻ്റെ പ്രവർത്തന രീതി, അതിൻ്റെ വിനിയോഗം എന്നിവയിൽ ക്രോഡീകരിച്ച് ഉള്ളതാണ്. ആത്മീകവരം ദൈവം നൽകുന്ന ദാനമാണ്. സഭയാകുന്ന ശരീരത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനായി ദൈവം പ്രത്യേകാൽ തൻ്റെ ശുശ്രൂഷകന്മാരെ ബലപ്പെടുത്തി ചില കാര്യങ്ങൾ ഏൽപ്പിക്കുകയും അതിനനുസൃതമായി അവർ പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതാണ് ആത്മീക വരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയുണ്ട്. എന്നിരുന്നാലും ഇവിടുത്തെ ലക്ഷ്യം ഇതിൻ്റെ എണ്ണം എത്ര എന്നത് അളക്കുക എന്നുള്ളതല്ലല്ലോ. ഇന്ന് ചില വരങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വസ്തുത ആണ് നാം വിലയിരുത്താനായിട്ട് പോകുന്നത്. ബൈബിളിലുടനീളം നാം പരിശോധിക്കുമ്പോൾ ആത്മീക വരങ്ങൾ എന്ന് പ്രതിപാദിക്കപ്പെടുന്നെങ്കിലും നിന്നു പോകുന്നവ എന്നും സ്ഥായിയായി നിലനിൽക്കുന്നത് എന്നും ഈ രണ്ട് നിലയിൽ പൊതുവെ വേദപണ്ഡിതന്മാർ അവകാശപ്പെടാറുണ്ട്. വേദപണ്ഡിതന്മാരുടെ അവകാശവാദങ്ങൾക്ക് ഇവിടെ വലിയ പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ബൈബിളിൽ പേർ പറയപ്പെട്ടിട്ടുള്ള എല്ലാ വരങ്ങളും ഒരേ നിലയിൽ ബൈബിൾ കാണുന്നില്ല എന്നുള്ള വസ്തുത ഓർപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വരങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുകയും അതേപോലെ തന്നെ 1 കൊരിന്ത്യർ 14-ാം അധ്യായം 22 എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില വരങ്ങൾ അടയാളങ്ങളായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. മർക്കോസിലെ വാക്യം ഞാനൊന്ന് വായിക്കാം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ യാതൊന്നും കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ബൈബിളിൽ ഏകദേശം ഒരു 17, 18, ചിലപ്പോൾ 20 ഇങ്ങനെ പറയുന്ന നിലയിൽ ഉള്ള ആത്മീക വരങ്ങൾ നാം എഴുതി കൂട്ടിയാൽ ലഭിക്കാൻ സാധിക്കും. ഈ വേദഭാഗങ്ങളിൽ ഈ ബൈബിളിൽ വരങ്ങൾ എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള എല്ലാം ഉൾക്കൊണ്ടിട്ടില്ല. അപ്പോൾ ചില വരങ്ങൾ അടയാളം എന്ന് ഇവിടെ
പ്രതിപാദിക്കുന്നു. ഈ അടയാളം എന്താണ്? ഈ അടയാളം ഒരു സന്ദേശം നമുക്ക് നൽകുന്നു. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഓരോ പാർട്ടിക്കും, ഇലക്ഷനിലൊക്കെ നിൽക്കുന്ന പാർട്ടിക്ക് എല്ലാവർക്കും ഓരോ ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നം പ്രതിനിധാനം ചെയ്യുന്നത് അവർ വിശ്വസിച്ചു വരുന്ന തത്വശാസ്ത്രം എന്തോ, അല്ലെങ്കിൽ അവരുടെ പ്രത്യയ ശാസ്ത്രത്തിൻ്റെ സിമ്പലായിട്ട് നിൽക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു. മോശയെ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ അവർ ഞാൻ പോയാൽ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ചില അടയാളങ്ങൾ കൊടുത്താണ് വിട്ടത്. അപ്പോൾ ഈ അടയാളങ്ങളിൽ കൂടെ ചില സന്ദേശം, പ്രത്യേക സന്ദേശം അവതരിപ്പിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ. രണ്ടാമത്, ഈ വരങ്ങളെ വിഭജിക്കുന്നതിൻ്റെ അടിസ്ഥാനം, ചില വരങ്ങൾ ഇൻസെപ്പറബിൾ യൂണിറ്റായിട്ടാണ് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വിഭജിക്കാൻ കഴിയാത്ത നിലയിൽ ഉള്ള പ്രവർത്തന രീതി. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രതിപാദ്യ വിഷയം വരങ്ങൾ, അപ്പോസ്തലത്വം, പ്രവാചകന്മാർ, ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു അടിസ്ഥാനം പണിയപ്പെടുകയാണ്. അതേപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ 2 കൊരിന്ത്യർ 12:12 നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്റെ ലക്ഷണം, അപ്പോസ്തലനാണ് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യണം. മർക്കോസ് 16:20 അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോകുന്നു. അതുതന്നെ അപ്പോസ്തല പ്രവൃത്തി 5:12 അപ്പോസ്തലന്മാർ പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്നുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ അപ്പോസ്തലത്വം, പ്രവാചകത്വം, അത്ഭുതങ്ങളും വീര്യപ്രവർത്തികൾ, ഇതെല്ലാം വിഭജിക്കാൻ പറ്റാത്ത ഒരു ഘടകമായിട്ടാണ് ബൈബിളിൻ്റെ പ്രതിപാദ്യം അനുസരിച്ച് ഈ വരങ്ങളുടെ പ്രവർത്തന രീതി. എന്നാൽ ചില വരങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു. അത് കരുണ കാണിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള വരങ്ങൾ വേറെ ഒന്നിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന ഒന്നല്ല. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് വരങ്ങൾ എത്ര എണ്ണമുണ്ടെങ്കിലും അതിൻ്റെ ചില വരങ്ങളെ ഒരു ക്ലാസ്സിലും ചില വരങ്ങളെ വേറൊരു ക്ലാസ്സിലും നാം പരിഗണിക്കേണ്ടത് ആയിട്ട് ഇരിക്കുന്നു. ഇതോടൊപ്പം തന്നെ എന്തിന് വരം കൊടുത്തു? ദൈവം ആത്മീക വരം കൊടുത്തത് സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാണ്. ഈ സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി ദൈവം ആത്മീക വരങ്ങൾ കൊടുത്തപ്പോൾ, പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ഒരു ഇമേജറി ഉണ്ട്, ഒരു ബോഡി ഇമേജറി. വരങ്ങളെല്ലാം ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങൾ എന്നുള്ള കൺസിഡറേഷനോട് കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഓരോ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിനും ഓരോ പ്രവർത്തനമാണുള്ളത്. പൗലോസ് തന്നെ ചോദിക്കുന്നു, ശരീരം മുഴുവനും ഘ്രാണമായാൽ കണ്ണെവിടെ? അപ്പോൾ ഓരോ അവയവത്തിനും ഓരോരോ പ്രവർത്തന രീതിയാണ്. ശരീരത്തിൻ്റെ പരിപോഷണത്തിനായി നാം ആഹാരം കഴിക്കുന്നു, അതൊരു പൊതു തത്വം. എന്നാൽ നാം കഴിക്കുന്ന ഓരോ ആഹാരവും ഓരോ നിലയിലാണ് ശരീരത്തെ പരിപോഷിപ്പിക്കുന്നത്. ഒരു ടൈപ്പ് ആഹാരം കഴിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ സന്തുലിതമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കുകയില്ല. ഇതുകൊണ്ട് വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വരങ്ങളുടെ പൊതുവായ ലക്ഷ്യം സഭയുടെ ആത്മീക
വർധനയാണ്. എന്നാൽ ഓരോ വരങ്ങളും എങ്ങനെ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഓരോ അവയവത്തിനും ഓരോ പ്രവർത്തനമാണ് ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ സാധിക്കാത്ത ഈ വരങ്ങൾ, അല്ലെങ്കിൽ നിന്നുപോയി എന്ന് പറയപ്പെടുന്ന വരങ്ങൾ, അടയാളങ്ങൾ ആയിട്ട് ബൈബിളിൽ പേർ പറഞ്ഞിരിക്കുന്ന ചില വരങ്ങൾ, ഇതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെ എന്നുള്ളത് നാം ഒന്ന് വിലയിരുത്തി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ പ്രാഥമികമായിട്ട് അപ്പോസ്തലത്വം ബൈബിളിൽ നാം പരിശോധിക്കുമ്പോൾ ഇതൊരു സ്ഥാനമായിട്ടും വരമായിട്ടും ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോസ്തലത്വം എന്നത് പൊതുവായിട്ടുള്ള അർത്ഥത്തിൽ അയക്കപ്പെട്ടവൻ എന്നാണ്. അയക്കപ്പെട്ടവനെ അപ്പോസ്തലൻ, ആ കാറ്റഗറിയിൽ വരുന്നതാണ് എഫെപ്രാദിത്തോസിനെ പോലുള്ള ആളുകൾ. എന്നാൽ അപ്പോസ്തലത്വം അതിൻ്റെ ടെക്നിക്കൽ സെൻസിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ 12 ശിഷ്യന്മാരെ സംബന്ധിച്ചും, അല്ലെങ്കിൽ ഒരു നിസ്തുല്യമായിട്ടുള്ള നിലയിൽ അപ്പോസ്തലത്വം ഉണ്ട് ദൈവം നൽകിയ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒന്നാണ്. ഇത് നേരത്തെ ഞാൻ ഉദ്ധരിച്ച വാക്യത്തിൽ പറയുന്നത് പോലെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം, അപ്പോസ്തലന്റെ ലക്ഷണമോ അത്ഭുതങ്ങളും അടയാളങ്ങളും. അപ്പോൾ ഈ അപ്പോസ്തലത്വത്തിൻ്റെ പ്രവർത്തന രീതി ഒരു അളവുകോലായിട്ട് വർത്തിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടുതൽ വ്യക്തത അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും എന്ത് എന്നുള്ളത് പറയുമ്പോൾ അത് കൂടുതൽ വ്യക്തമായിട്ട് ഞാൻ അത് അവതരിപ്പിക്കുന്നതായിരിക്കും. ഇത് അപ്പോസ്തലന്മാരെ ദൈവം തെരഞ്ഞെടുത്ത് ആക്കി, അങ്ങനെ ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് ആക്കി. അപ്പോൾ ആത്മീക വരം സഭയുടെ ആത്മീക വർധനയ്ക്ക് നൽകപ്പെട്ടു എന്നുള്ള പൊതുതത്വം നിൽക്കുമ്പോൾ അപ്പോസ്തലത്വം എന്ന വരം എങ്ങനെ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു? ഇത് അവർ ഒരു അളവുകോലായിട്ട് വർദ്ധിക്കുകയാണ്. എന്തിൻ്റെ അളവുകോൽ? അത് നാം തുടർന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ വരം പ്രവചനം എന്നുള്ളതാണ്. പ്രവചനം ദൈവത്തിൽ നിന്ന് വെളിപ്പാടുകൾ സ്വീകരിച്ച് മനുഷ്യർക്ക് അറിയിക്കുന്ന ഒന്നാണ്. ഇതാണ് പ്രവചന വരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രവചനത്തിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ പ്രവചനത്തെക്കുറിച്ചുള്ള ബൈബിൾ പരാമർശം പരിശോധിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ച് അത് അറിയിക്കുന്നതിനെ കുറിച്ചും, അതേപോലെ തന്നെ ഒരു പ്രസംഗം ശൈലിയിലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ബൈബിളിൽ നിന്ന് അല്ലെങ്കിൽ വെളിപ്പെടുത്തിൽ നമുക്ക് ലഭിച്ച ആ വേദഭാഗത്ത് നിന്ന് അറിയിക്കുന്നതിനെക്കുറിച്ചും ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. അത് വെളിപ്പെടുത്തി നമുക്ക് ലഭിച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന 1 കൊരിന്ത്യർ 14 അധ്യായം 24-25 ഈ വാക്യങ്ങളിലാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവം പ്രവചനം മനുഷ്യർക്ക് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ പ്രവചന വരത്തിൻ്റെ വിനിയോഗത്താൽ ദൈവത്തിൻ്റെ അരുളപ്പാട് മനുഷ്യനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാട് മനുഷ്യനെ അറിയിക്കുമ്പോൾ അതിന് എന്തു തന്നെയായിരുന്നാലും ദൈവം പ്രവചനവരം ലഭിച്ച ഒരു വ്യക്തിയിൽ കൂടി അറിയിക്കുമ്പോൾ അതിൻ്റെ എല്ലാ അരുളപ്പാടുകൾക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. കാര്യം ദൈവമാണ് അരുളപ്പാട്
നൽകുന്നത്. ഈ പ്രവചനത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ഞാൻ ആ വാചകം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രേ. 2 പത്രോസ് 1:19 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചിട്ട് ദൈവാത്മ നിയോഗത്താൽ സംസാരിക്കുന്നതാണ് പ്രവചനം. അപ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം അവിടെ നാം കാണുന്നു. അപ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ അരുളപ്പാട് കൊണ്ടുവരുന്നു, ഒരു വരത്തിൻ്റെ വിനിയോഗത്താൽ ദൈവത്തിൻ്റെ അരുളപ്പാട് നമുക്ക് ലഭിക്കുന്നു. വേറെ ഒരു വരത്തിൻ്റെ വിനിയോഗത്താൽ ആ അരുളപ്പാടിൻ്റെ ആധികാരികത വ്യക്തമാക്കപ്പെടുന്നു. അതെങ്ങനെയാണ് വ്യക്തമാക്കപ്പെടുന്നത്? അത് ആണ് അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നതോടെ. അപ്പോൾ വരങ്ങളുടെ പൊതുവായ തത്വം ആത്മീക വർധന വരുത്തുക എന്നുള്ളതാണ്. അപ്പോസ്തോലിത്വം എന്ന വരം സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നത് അറിയിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ ആധികാരികത വ്യക്തമാക്കുന്നതിലൂടെ. പ്രവചനം ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടുകൾ നമ്മെ അറിയിക്കുന്ന വരമായിട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന രീതി ഇങ്ങനെ ആണ്. മൂന്നാമത്, അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും. ഈ അത്ഭുതങ്ങളുടെ കാറ്റഗറിയിൽ ഒത്തിരി കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. ഭൂതത്തെ പുറത്താക്കുന്ന കാര്യം, രോഗസൗഖ്യം കൊടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ആശ്ചര്യകരമായിട്ടുള്ള നിലയിൽ ജനത്തെ ആകർഷിക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ എന്തെല്ലാം ഈ അത്ഭുതങ്ങളും എന്തെല്ലാം സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റി, അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ കൂടെ ദൈവം ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഇതെല്ലാം അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും എന്ന ലേബലിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ബൈബിളിൽ വരം എന്ന ലേബലിൽ, പ്രത്യേകിച്ച് കൊരിന്ത്യ ലേഖനം 12, റോമാലേഖനം 12-ാം അധ്യായം, 1 പത്രോസ് എന്നീ പുസ്തകങ്ങളുടെ 4-ാമത്തെ അധ്യായം വിശകലനം ചെയ്യുമ്പോൾ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും എന്ന വരം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ദൈവം കൊടുക്കുന്ന കഴിവിനാൽ ഒരു വ്യക്തി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക, അത് ഏത് നിലയിലുള്ള അത്ഭുതങ്ങൾ ആയിരുന്നാലും. ഇനി ഈ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും അല്ലെങ്കിൽ അടയാളങ്ങൾ ഇതൊക്കെ കൊടുത്തത് അപ്പോസ്തലന്റെ ലക്ഷണം എന്നുള്ള അപ്പോസ്തലന്റെ ലക്ഷണമായിട്ടാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരി എന്നുള്ളതിന് തെളിവായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത്ഭുതങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും ബൈബിൾ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ 3 കാലഘട്ടത്തിലാണ് അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നടന്നിട്ടുള്ളത്. ഒന്ന്, മോശയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരാനുള്ള ആ പ്രയാണത്തിൽ നിരവധി അത്ഭുതങ്ങൾ മോശയിൽ കൂടെ ആ കാലഘട്ടത്തിൽ ദൈവം പ്രവർത്തിച്ചു. ഓരോ തവണയും അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ മോശ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തി എന്നുള്ളതിൻ്റെ വിശ്വാസ്യതയായിരുന്നു അവിടെ വ്യക്തമാക്കിയിരുന്നത്.
മോശയോട് ദൈവം എൻ്റെ ജനത്തെ വിടുവിക്കാനായിട്ട് പോകാനായിട്ട് പറഞ്ഞു. മോശ പറഞ്ഞു, ഞാൻ ചെന്ന് അവിടെ പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല. വിശ്വസിക്കാനായിട്ട് 3 അടയാളങ്ങൾ കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. വടി പാമ്പായി, താൻ കുഷ്ഠമായി, അതുപോലെ തന്നെ വെള്ളം രക്തമാക്കി. അപ്പോൾ ഇത് ചെന്ന് കാണിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് മനസ്സിലാകും ഇത് ദൈവം നിയോഗിച്ച് അയച്ച വ്യക്തി എന്നുള്ളതാണ്. അപ്പോൾ യഹൂദ ജനത്തിന് ഇത് ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസൻ, ഇദ്ദേഹം പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന ആധികാരികത വ്യക്തമാക്കാനായിട്ടാണ് ആ കാലഘട്ടത്തിൽ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തത്. അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം അതായിരുന്നു. രണ്ടാമത്തെ കാലഘട്ടം ഏലിയാവിൻ്റെയും ഏലീശയുടെയും കാലഘട്ടമായിരുന്നു. അവിടെ ആഹാബ് രാജാവിൻ്റെ സമയത്തുണ്ടായിരുന്ന സംഘടന നമുക്ക് അറിയാം, നമുക്ക് പരിചയമുള്ളതാണ്. ബാലിൻ്റെ പ്രവാചകന്മാരാണോ യഹോവയുടെ പ്രവാചകനാണോ? ആരാണ് ശരിക്കുമുള്ള പ്രവാചകൻ? ഏത് ദൈവമാണ് ശരിക്കുമുള്ള ദൈവമെന്നുള്ള ഒരു വാദപ്രതിവാദം അവിടെ നടക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവിടെ ഏലിയാവ് ഇങ്ങനെ ഒരു പ്രസ്താവന പറയുന്നു. ഇഫ് I am a man of God, let fire come down from heaven and consume you and your 50. ഞാൻ ദൈവമനുഷ്യനെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ഇവരെ ദഹിപ്പിക്കണം. അതുപോലെ തന്നെ യാഗമർപ്പിക്കുന്നു. ആരുടെ ദേവനാണ് ശക്തൻ? ആരുടെ ദേവനാണ് യഥാർത്ഥത്തിലുള്ള ദൈവം എന്നുള്ള കാര്യം വ്യക്തമാക്കാനായിട്ട് അവിടെ യാഗമർപ്പിക്കുമ്പോൾ ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിന്റെ ദാസൻ എന്ന ഉള്ള ആമുഖത്തോടു കൂടിയാണ് താൻ പ്രാർത്ഥിക്കുകയും സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗപീഠത്തെ ദഹിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇദ്ദേഹം ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവാചകൻ എന്നുള്ള കാര്യം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത കാലഘട്ടം യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. എന്തിന് അത്ഭുതം ചെയ്തു എന്ന് നാം ചിന്തിക്കുമ്പോൾ ബൈബിളിലെ ചില ഉദ്ധരണികൾ മാത്രം എടുത്തുകൊണ്ട് അതിന് ഞാൻ മുമ്പോട്ട് പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു ശിഷ്യന്മാരെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റും അനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചവൻ്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ യഹൂദന്മാർക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു വസ്തുതയായിരുന്നു യേശുവിനെ മശിഹയായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് അംഗീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നതിലൂടെ ദൈവത്താൽ അയക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവം അയച്ച മശിഹ തന്നെയാണ് ക്രിസ്തു എന്നുള്ളതിൻ്റെ വിശ്വാസ്യത വ്യക്തമാക്കാനാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. ഇതോടെ ചേർന്ന് മത്തായി സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളിൽ അവിടെ യോഹന്നാൻ സ്നാപകനെ യേശു കർത്താവിൻ്റെ മുന്നോടിയായിട്ട് അയക്കുകയുണ്ടായി. തൻ്റെ സ്നാന സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ താൻ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തി ആണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പരിധിവരെ ഒരു ഗ്രാഹ്യം യോഹന്നാൻ സ്നാപകനുണ്ടായിരുന്നു. എന്നാൽ തന്നെ കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു. വരാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ? യേശു കർത്താവ് മറുപടി പറഞ്ഞത്, ആ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ചെകിടർ കേൾക്കുന്നു, കുരുടർ കാണുന്നു, നീ കാണുന്നതെല്ലാം ചെന്ന് യോഹന്നാനെ
അറിയിക്കുക. യേശു കർത്താവ് യോഹന്നാന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. യഹൂദനെ സംബന്ധിച്ച് യഹൂദന് ഒരു അടയാളമുണ്ടെങ്കിൽ അത് ദൈവനിശ്വാസീതമാണ്, ദൈവത്താലുള്ളതാണ് എന്ന് വിശ്വസിക്കാനുള്ള തെളിവാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ എന്ന് തോന്നുന്നു, യഹൂദൻ അടയാളം അന്വേഷിക്കുന്നു. ഇതേപോലെ തന്നെ പഴയ നിയമത്തിലെ ഒരു ഉദാഹരണം കൂടെ എടുത്ത് ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഗിദെയോനെ ദൈവം നിയോഗിച്ച് ചില ദൗത്യം ഏൽപ്പിച്ചു. ഇത് യഹോവയാണ് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അടയാളം ചോദിച്ചു. അപ്പോൾ ഈ ഒരു യഹൂദനെ സംബന്ധിച്ച് അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്നതിലൂടെ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണ്, ഇദ്ദേഹം പറയുന്നത് ദൈവത്തിൻ്റെ വചനം ആണ് എന്നതിൻ്റെ ആധികാരികത വ്യക്തമാക്കുകയാണ് അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ 3 വരങ്ങൾ ഒരുമിച്ച് ഞാനൊന്നുകൂടി ആവർത്തിക്കുകയാണ്. വരങ്ങളുടെ ലക്ഷ്യം സഭയുടെ ആത്മീക വർധന. എന്നാൽ ഓരോ വരം എങ്ങനെ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു? അപ്പോസ്തലത്വം അളവുകോലായിട്ട് വർത്തിക്കുന്നു. പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നു. അപ്പോൾ ദൈവം അറിയിച്ച അരുളപ്പാട് ശരിയാണ് എന്ന് പ്രവാചകനിൽ കൂടിയാണ് അത് അപ്പോസ്തലനിൽ കൂടിയാണത് അളക്കപ്പെടുന്നത്. അത് എങ്ങനെയാണത് തെളിയിക്കുന്നത്? അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് ഇങ്ങനെ അതിൻ്റെ ആധികാരികത വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യഹൂദനെ സംബന്ധിച്ച് അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. അത്ഭുതങ്ങളുടെയും വീര്യപ്രവർത്തികളുടെയും പ്രസക്തി യഹൂദന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ബൈബിളിൽ ഉള്ളൂ. 4-മത്തത് ഭാഷണവും അതിൻ്റെ വ്യാഖ്യാനവും. അന്യഭാഷ എന്ന് പറയുമ്പോൾ ദൈവം കൊടുക്കുന്ന ആ കഴിവിനാൽ ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലും നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു ഭാഷയിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുകയാണ് അന്യഭാഷാ ഭാഷണത്തിൽ കൂടെ ചെയ്യുന്നത്. ഇനി അന്യഭാഷാ ഭാഷണം എന്തിനാണ് ദൈവം കൊടുത്തത്? അത് എങ്ങനെ ആത്മീക വർധന വരുത്തുന്നു എന്ന ചോദ്യം ഞാൻ വേറൊരു നിലയിൽ ഉത്തരം പറയാൻ പോവുകയാണ്. അന്യഭാഷാ ഭാഷണം ദൈവം എന്തിനു കൊടുത്തു? മർക്കോസ് 16 നാം ഉദ്ധരിച്ച വാക്യം അടിസ്ഥാനത്തിൽ അന്യഭാഷ ഒരു അടയാളങ്ങളായിട്ട് കൊടുത്ത വരങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിട്ട് അവിടെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ റെഫറൻസ് 17-18 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ അന്യഭാഷ അടയാളമെന്ന് പ്രതിപാദിക്കുന്ന വേറൊരു വാക്യമുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ. അന്യഭാഷ അടയാളമായിരിക്കുന്നത്, അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. അപ്പോൾ ഒരു ചോദ്യം, ഈ അവിശ്വാസികൾ ആരാണ്? അതിനെക്കുറിച്ചുള്ളൊരു ക്ലൂ കിട്ടാൻ 20 മുതൽ ഉള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ മതി. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങൾ ആകരുത്, തിന്മയ്ക്ക് ശിശുക്കൾ ആയിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് ചിന്തിക്കണം, ബുദ്ധിയുള്ളവരായിട്ട് കാര്യങ്ങൾ വിലയിരുത്തണം. അതിനുശേഷം ഒരു പഴയ നിയമ ഉദ്ധരണി ഇവിടെ പറയുകയാണ്. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമെങ്കിലും അവർ എൻ്റെ വാക്ക് കേൾക്കുകയില്ല എന്ന്
കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അതിനുശേഷമാണ് പറയുന്നത് അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ. അപ്പോൾ ഈ അവിശ്വാസികൾ എന്ന് പറയുന്ന ഈ കൂട്ടരാര്? മുകളിലെ ഉദ്ധരണിയും നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം എന്നുള്ള ആ പരാമർശവും നാം ഒന്ന് ഒരുമിച്ച് ചിന്തിക്കുമ്പോഴും ഇത് യഹൂദനുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ വ്യക്തതയ്ക്കായിട്ട് അന്യഭാഷ ബൈബിൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 ഭാഗങ്ങളാണുള്ളത്. ബൈബിൾ ചരിത്രം എന്ന് പറയുന്നത്, ഞാൻ സഭാചരിത്രം, നാം മനുഷ്യരെഴുതിയ ചരിത്രമല്ല ഉദ്ദേശിക്കുന്നത്. ബൈബിൾ ചരിത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ 3 ഭാഗങ്ങളിലാണ് അന്യഭാഷാ ഭാഷണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10 മിനിറ്റ് ഉണ്ടല്ലേ? ഓക്കെ. അന്യഭാഷാ ഭാഷണം അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം. ഇവിടുത്തെ സംഭവ ചരിത്രം നമുക്ക് വളരെ പരിചയമുള്ള ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചിതറിപ്പോയ യഹൂദന്മാർ ഇവിടെ വരികയാണ്. അവർ വന്നപ്പോൾ അപ്പോസ്തലന്മാർ അവിടെ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടു. ഈ അന്യഭാഷ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഈ 14:21 അതിൻ്റെ പരാമർശം യെശയ്യാ പ്രവാചനം 28-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അന്യന്മാരുടെ അധരങ്ങളാലും എന്നുള്ള ആ പ്രയോഗം അസീര്യർ അവരോട് സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ചാണ്. അപ്പോൾ എവിടെ അന്യഭാഷ അവർ കേട്ടാൽ അത് ദൈവത്തിൻ്റെ ന്യായവിധി എന്നുള്ള ധ്വനിയാണ് ഒരു യഹൂദനെ സംബന്ധിച്ച് ഉള്ളത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ ഒരു ആരോപണമോടെ ഉന്നയിച്ചു, ഇവർ വീഞ്ഞു കുടിച്ച് മത്തരായിട്ടാണ് സംസാരിക്കുന്നത്. അതിന് മറുപടി എന്ന വണ്ണം പൗലോസ് നിരവധി തെളിവുകൾ നിരത്തി ഇവിടെ പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച ആ യേശു തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രതീക്ഷയായിരിക്കുന്ന മശിഹ എന്നുള്ള കാര്യം അവിടെ വ്യക്തമാക്കി. അപ്പോൾ അവിടെ കേട്ടു നിന്ന ജനം ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് സംഭാഷണം അവിടെ തുടരുകയാണ്. അപ്പോൾ യഹൂദൻ അന്യഭാഷാ ഭാഷണം കേട്ടപ്പോൾ ന്യായവിധിയുടെ ധ്വനിയായിട്ട് അവിടെ കണ്ടു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനം എന്നുള്ള ഒരു ആശയവും അവിടെ കാണാൻ സാധിക്കും. അത് 2-ാമത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും. അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിലാണ് 2-ാമത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പത്രോസിനെ അയക്കുകയാണ്. യഹൂദന്റെ ചിന്താഗതി അനുസരിച്ച് ഈ യഹൂദന് മാത്രമേ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ലഭിക്കുകയുള്ളൂ. മറ്റ് ആരും യഹൂദന്റെ ആ ഗണത്തിൽ പെടുത്താൻ കഴിയാത്ത കൂട്ടർ എന്നുള്ള നിലയിൽ ചിന്തിച്ചു വന്നിരുന്ന ഒരു കൂട്ടമായിരുന്നു യഹൂദൻ. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് പത്രോസിനൊരു ദർശനം കൊടുത്തു. ഒരു വലിയ ബാസ്ക്കറ്റിൽ ഈ പ്രപഞ്ചത്തിലുള്ള സകല ഇഴജീവികളെയും വെച്ചിട്ട് അറുത്തു തിന്നുക എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഈ അശുദ്ധമായതൊന്നും ഞാൻ ഇതുവരെയും ഭക്ഷിച്ചിട്ടില്ല. അപ്പോൾ ദൈവം പറയുന്നു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയുന്നുവോ എന്ന് ചോദിച്ചു. അതിനുശേഷം ദൈവം കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെല്ലുന്നു. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസിന്റെ കൂടെ കുറച്ചാളുകളും അവിടെ പോയിരുന്നു. അവിടെ ചെന്ന് ദൈവത്തിൻ്റെ വചനം പത്രോസ് സംസാരിച്ചപ്പോൾ അവരും അന്യഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ 10-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്നത് ഈ സംഭവം കണ്ടതുകൊണ്ട് പരിച്ഛേദനക്കാർ വിസ്മയിച്ചു എന്ന് രേഖപ്പെടുത്തി.
അപ്പോസ്തലപ്രവൃത്തി 1-5 യോഹന്നാൻ സ്നാപകൻ അറിയിച്ച വെള്ളം കൊണ്ട് തീയാലും വെള്ളത്താലും ആത്മാവിനാലും സ്നാനപ്പെടുത്തുമെന്നുള്ള കാര്യം അവിടെ ഉദ്ധരിച്ചുകൊണ്ട് ശിഷ്യന്മാരോട് ഇവിടെ നിങ്ങൾ കൂടിയിരിക്കണം എന്നുള്ള കാര്യം ഓർപ്പിച്ചതിന് ശേഷം ആ കാര്യത്തോട് ബന്ധപ്പെടുത്തി ഇവിടെ പറയുകയാണ്, ഇവർക്കും ദൈവത്തിൻ്റെ കാര്യം ലഭിക്കുന്നുവോ? തിരിച്ച് പത്രോസിനെ ചോദ്യം ചെയ്യുന്നതാണ് അപ്പോസ്തലന്മാർ. അവിടെ പറയുന്നതാണ്, ആദിയിൽ ഞങ്ങൾക്ക് ലഭിച്ച അതേ ആത്മാവിനെ ദൈവം ഇവർക്കും നൽകിയെങ്കിൽ ഇവർക്ക് സ്നാനം വിലക്കാൻ ആർക്ക് കഴിയും എന്നുള്ള ചോദ്യം. അവിടെയും യഹൂദ കമ്മ്യൂണിറ്റിക്ക് ഈ ജാതികളായിരിക്കുന്ന വിജാതീയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൂട്ടരും ദൈവിക പദ്ധതിയുടെ ഭാഗം എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് അവിടെ അന്യഭാഷാ ഭാഷണം കൊടുത്തത്. ഇനി 19 യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ്. അവരൊരു പ്രത്യേക ഗ്രൂപ്പായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ശിഷ്യന്മാർ, യോഹന്നാൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണം സുവിശേഷങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവരും ഈ പദ്ധതിയുടെ ഭാഗം എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അവിടെയും ഓഡിയൻസ് യഹൂദന്മാർ. അപ്പോൾ യഹൂദന്മാർക്ക് സകല ജനവിഭാഗങ്ങളിലുമുള്ളവർ ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ്, എല്ലാവരും ഒരേ കാര്യം തുല്യമായിട്ട് പങ്കിടുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് അന്യഭാഷാ ഭാഷണം കൊടുത്തത്. ഇനി അത്ഭുതങ്ങളും വീരപ്രവർത്തികളും ചെയ്യാനായിട്ട് വിശ്വാസം അനിവാര്യമായിരുന്നു. ആ വരത്തിൻ്റെ വിനിയോഗത്തിനായിട്ട് ഇതിനെക്കുറിച്ച്, വിശ്വാസം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണമൊന്നും, വിശ്വാസം, ആത്മാക്കളുടെ വിവേചനം, ജ്ഞാനവരം, പരിജ്ഞാനവരം, ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിശദീകരണമൊന്നും നമുക്ക് കാണുന്നില്ല. എന്നാൽ കൊരിന്ത് ലേഖനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഇതെല്ലാം ഒരു യൂണിറ്റായിട്ട് ആണ് പറയുന്നത്. ഇതും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിക്കുന്നതിന്, അതിൻ്റെ സത്യാവസ്ഥ, നിജസ്ഥിതി മനസ്സിലാക്കാൻ ഉപോത്ഫലകമായിട്ടുള്ള നിലയിൽ, വർദ്ധിക്കുന്ന നിലയിൽ ദൈവം കൊടുത്ത അരുളപ്പാടുകൾ, ദൈവം കൊടുത്ത വരങ്ങൾ ആണ്. ഇനി 1 കൊരിന്ത്യർ ലേഖനം 13 അതിൻ്റെ 8 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഇവിടെ പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും എന്ന് ഇവിടെ പറയുന്നു. ഇവിടെ പൂർണ്ണമായത് എന്ത് എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പം വളരെ കൂടുതലായിട്ട് ഉണ്ട്. അപ്പോൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ 9 അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. 10 പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അപ്പോൾ വരങ്ങളും അംശവും തമ്മിലുള്ളൊരു ലോജിക്കൽ കണക്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ വരങ്ങളുടെ വിനിയോഗത്താൽ സാധ്യമാകുന്നത് എന്താണ്? ഈ വരങ്ങളെല്ലാം അപ്പോസ്തലത്വം, ഈ ഭാഷ, ഈ വരം, ജ്ഞാനം, ഇങ്ങനെയുള്ള ഈ വരങ്ങളെല്ലാം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിക്കുന്നതിൻ്റെ മാധ്യമമായിട്ടാണ് വർത്തിക്കുന്നത്. അപ്പോൾ അംശമായി മാത്രം നാം അറിയുന്നു. എബ്രായ ലേഖനം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ, ദൈവം പണ്ട് ഭാഗമായും വിവിധങ്ങളായിട്ടും പ്രവാചകന്മാരിൽ കൂടെ നമ്മെ അറിയിച്ചു. അപ്പോൾ ഈ വരങ്ങളുടെ വിനിയോഗത്താൽ ദൈവത്തിൻ്റെ അരുളപ്പാട് നമുക്ക് ലഭ്യമാക്കി ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോ. എന്താണ് നീങ്ങിപ്പോകുന്നത്? ഈ വരങ്ങളാണ് നീങ്ങിപ്പോകുന്നത്. പ്രവചനം ഇല്ല എന്നല്ല, ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് കൊടുത്ത പ്രവചന വരം, ഇതിൻ്റെ ആധികാരികത വ്യക്തമാക്കാനായിട്ട് കൊടുത്ത അതിനുപോത്ഫലകമായിട്ടുള്ള വരങ്ങളാണ് നിന്നു പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വരമെന്ന മാധ്യമത്തിൽ കൂടെ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണെങ്കിൽ, അത് മാറിപ്പോകുമ്പോൾ ആ നമുക്ക് ലഭിക്കേണ്ട തിരുവചനം പൂർണ്ണമായും ലഭിച്ചു കഴിയുമ്പോൾ ഈ വരങ്ങളുടെ പ്രവർത്തനം ഇല്ലാതെ ആകും. സോ അംശമായത് വെളിപ്പാടുകൾ ലഭിക്കുന്നതിനുള്ള മാധ്യമമെങ്കിൽ, പൂർണ്ണമായത് ആ മാധ്യമത്തിൽ കൂടെ, ചുരുക്കി പറഞ്ഞാൽ ബൈബിളിലെ വാചകം അതുപോലെ ഉപയോഗിച്ച് പറഞ്ഞാൽ പ്രവചനം, ജ്ഞാനം എന്നീ വരങ്ങളുടെ വിനിയോഗത്താൽ നമുക്ക് ലഭിക്കുന്നവ
പൂർണ്ണമാകുമ്പോൾ അത് നൽകപ്പെടുന്ന ആ മാധ്യമം ഇല്ലാതെ ആകും. ഇങ്ങനെയാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവം സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് വരങ്ങൾ കൊടുത്തു. ഈ ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ച വരങ്ങളെല്ലാം ദൈവം കൊടുക്കുന്ന തിരുവെഴുത്തുകളുടെ വെളിപ്പാട് അത് നമുക്ക് ലഭിക്കുന്നതിനും അതിൻ്റെ ആധികാരികതയ്ക്ക് ഉപോത്പലകമായിട്ട് ലഭിക്കുന്ന വരങ്ങളാണ്. അപ്പോൾ ആ വരങ്ങളുടെ പ്രവർത്തനം 1 കൊരിന്ത്യർ 13 അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തിരുവചനം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തന രീതി വെളിപ്പാടുകളുടെ ആധികാരികത വ്യക്തമാക്കുന്നത് കൊണ്ടും ആ ആധികാരികതയുടെ പൂർത്തീകരണം ഉണ്ടാകുമ്പോൾ വരങ്ങൾ നിന്നുപോയിരിക്കുന്നു. ഇന്ന് അത് സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒന്ന് അല്ല.